ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ മീൻ മേടിക്കാനായിട്ട് ഫിഷ് മാർക്കറ്റിലോട്ട് പോവാണ്. രാവിലെ 6 മണി ആയപ്പോൾ എണ്ണീറ്റു. 6:30 ആയപ്പോഴത്തേക്ക് മീൻ മേടിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി. നല്ല തണുപ്പുണ്ട്. ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടു റെഡിയായി നിൽക്കുകയാണ്. ഞാൻ കാറിൽ കയറി ഫിഷ് മാർക്കറ്റിലോട്ട് പോവാണ്. 6:30 ആയുള്ളൂ, പക്ഷെ നല്ല തിരക്കായിരുന്നു റോഡിൽ. പോകെ നിങ്ങൾക്ക് ആ ഒരു തിരക്കും കാര്യങ്ങളും കൂടിക്കൂടി വരുന്ന കാണാം. ആഹാ, നല്ല മഞ്ഞിലൂടെയുള്ള യാത്ര. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് വേസ്റ്റ് മല. ആ പ്രദേശത്തുള്ള വേസ്റ്റ് മൊത്തം ഡംപ് ചെയ്യുന്ന ഈ സ്ഥലത്താണ്. വേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ് അതുവഴി പോകുമ്പോൾ. അതോടൊപ്പം തന്നെ പരുന്തിൻ്റെ ഒരു കൂട്ടം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പം പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു കാര്യം കാണുന്നത്. കൊട്ടയ്ക്കകത്ത് ഐസ് പൊടിച്ച് വെച്ചേക്കുക. എന്തിനാണെന്നും അറിയത്തില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഇതാണ് ഫിഷ് മാർക്കറ്റ്. അവിടെ നല്ല തിരക്കാണ്. വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഫിഷ് മാർക്കറ്റിലോട്ട് നമുക്ക് പോവാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഫിഷ് മാർക്കറ്റിൻ്റെ വെളിയിലേ ഉള്ള സ്മെല്ല്, അകത്ത് സ്മെല്ലൊന്നുമില്ല. വെളിയിലാണല്ലോ വേസ്റ്റ് മലയുള്ളത്. അകത്ത് നോർമൽ ഫിഷിൻ്റെ സ്മെല്ലൊക്കെ തന്നെ ഉള്ളൂ. ഇതൊരു വലിയ മാർക്കറ്റാണ്. എല്ലാ തരം മീനുകളും കിട്ടും. ഞാൻ മേടിച്ചത് ആ ഓറഞ്ച് മീനിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ചൂരയാണ്. അവിടെ തന്നെ കൊടുത്തത് വെട്ടിത്തരുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ 5 കിലോ ചൂരയും മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് വന്നു ഉടനെ തന്നെ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. കുറച്ചെടുത്ത് കറിയും വെച്ചു, കുറച്ചെടുത്ത് അച്ചാറും വെച്ചു. രാവിലെ ദോശ ഉണ്ടാക്കി അതിൻ്റെ കൂടെ മീൻകറിയും കഴിച്ചു. മീനച്ചാർ വെക്കാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളി പൊളിക്കുമായിരുന്നു ഞാൻ. പിന്നെ ഞാനല്ല ഈ മീൻകറിയും മീനച്ചാറും വെച്ചത്, ഞാൻ ഓരോന്ന് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. അങ്ങനെ മീനച്ചാർ റെഡിയായി. പിന്നെ രാത്രിയിൽ ചപ്പാത്തിയും മീൻകറിയും കൂടെ കഴിച്ചു. അപ്പം ശരി, എല്ലാവർക്കും ബൈ.